നമസ്കാരം സർ. ഇന്നത്തെ ക്ലാസ്സിലേക്ക് സാറിന് നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇന്ത്യ ഒട്ടാകെ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ക്ലാസ്സിനെ ഒരു ആഘോഷമാക്കാം. സാറിന് നമസ്കാരം, സ്വാഗതം. തുടങ്ങാം സർ. സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ആദരണീയരായ എല്ലാ പഠിതാക്കൾക്കും ഉന്നതമായ പ്രണാമം. ഏതാണ്ട് രണ്ടാഴ്ച ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ ഇത് ആരംഭിക്കുന്നത്. കുറെ തിരക്കുകൾ അകപ്പെട്ടു പോയത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഇനി നമുക്കത് ഉണ്ടാവാതെ സൂക്ഷിക്കാം. കൂടാതെ ഒരു ചെറിയ ജലദോഷപ്പനി വന്നു, അതും ഏതാണ്ട് ഇപ്പം മാറി, കുഴപ്പമില്ല. ഇന്ന് ഭാരതമെമ്പാടും ആചരിക്കുന്ന ഭാരതത്തിന്റെ സ്വതന്ത്രമായ നിലനിൽപ്പിന്റെ ഒരു സുദിനമാണിന്ന്. ഭാഗവതത്തിൽ കൂടി നമുക്ക് ആ ഒരു സ്വാതന്ത്ര്യത്തിന്റെ സുദിനം അനുഭവിക്കാം. അതാണ് ഏറ്റവും നല്ലത്. ദ്വിതീയോധ്യായ 2-ാം അധ്യായമാണ് ഇന്ന് ആരംഭിക്കുന്നത്. മാഹാത്മ്യത്തിലെ ഭഗവത മഹാത്മ്യം 2-ാം അധ്യായം. നാരദ ഉവാച വൃഥാ ഖേദയസേ ബാലേ അഹോ ചിന്താതുരാ കഥം ശ്രീകൃഷ്ണചരണം ഭോജം സ്മരദുഃഖം ഗമിഷ്യതി. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മള് നാരദൻ ഭക്തിയോട് കലികാലത്തിന്റെ മഹത്വത്തെ കുറിച്ച് തന്നെ വിസ്തരിച്ച് പറഞ്ഞത് നമ്മൾ കേട്ടു. ബാക്കിയായിട്ട് നാരദൻ ഭക്തിയോട് പറയുന്നതാണ് വൃഥാ ഖേദയസേ. വൃഥാ വെറുതെ, അനാവശ്യമായി. വൃഥാ ഖേദയസേ, ഖേദിക്കുന്നു. ഹേ ബാലേ, അല്ലേ കുട്ടി, നീ വെറുതെ ഖേദിക്കല. എല്ലാവരുടെയും ഖേദം അങ്ങനെയൊക്കെ തന്നെയാണ്. വെറുതെ ഖേദിക്കലാണ്, കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. ഖേദിക്കാൻ വേണ്ടി ഒരു ഖേദം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ജീവിതവും മിക്കവാറും അങ്ങനെ തന്നെയാണ്. ഖേദങ്ങൾ അന്വേഷിച്ച് ചെന്ന് കണ്ടുപിടിച്ചാൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും കണ്ടെത്തില്ല. ഖേദിക്കാൻ വേണ്ടി ഒരു ഖേദം എന്നേ ഉള്ളൂ. നാരദൻ ഭക്തിയോട് പറഞ്ഞത് തന്നെയാണ് വൃഥാ ഖേദയസേ ബാലേ അഹോ ചിന്താതുരാ കഥം. അഹോ, അത്ഭുതമായിരിക്കുന്നല്ലോ. കഥം ചിന്താതുര, എന്തുകൊണ്ടാണ് നീ ചിന്താതുരയായിരിക്കുന്നത്? എന്തോ ഗഹനമായ ചിന്ത കൊണ്ട് ആതുരയാണെന്ന് മുഖത്ത് നോക്കിയാൽ ഉള്ളിൽ ഗഹനമായ ഗൗരവമേറിയ ചിന്ത കൊണ്ട് നീ ആതുരയാണ്, ദുഃഖിതയാണ്. എന്താണ് അതിന് കാരണം? ശ്രീകൃഷ്ണ ചരണം ഭോജം സ്മര ദുഃഖം ഗമിഷ്യതി. ശ്രീകൃഷ്ണ ചരണം ഭോജത്തെ സ്മരിക്കൂ. സ്മര സ്മരിക്കൂ, ഓർമ്മിക്കൂ. ദുഃഖം ഗമിഷ്യതി, ദുഃഖം പോകും, പൊയ്ക്കോളും, ഉറപ്പാണ്. കാരണമില്ലാത്ത ഖേദങ്ങളും അനാവശ്യമായ ചിന്ത കൊണ്ട് മനസ്സ് ആതുരമായിരിക്കുമ്പോഴും ശ്രീകൃഷ്ണ ചരണാംബോധത്തെ സ്മരിച്ചുകൊള്ളൂ, ദുഃഖം തന്നെ വെക്കും. ലോകത്ത് നൽകുന്നൊരു വലിയ ഉപദേശമാണ്, ഭക്തിക്ക് മാത്രമല്ല. നമ്മളോട് നാരദൻ പറയുന്നത് തന്നെയാണ്. അത്യധികമായ ദുഃഖം വരുമ്പോൾ ഭാഗവതം എടുത്ത് ഒരധ്യായം വായിച്ചു കൊടുക്കും, ദുഃഖം തന്നെ വെക്കും. അത്യധികമായ ഖേദം വരുമ്പോൾ, അത്യധികമായ ചിന്ത കൊണ്ട് മനസ്സ് വ്യാകുലമാകുമ്പോൾ ഭഗവത് കഥകളെ സ്മരിക്കുക, ഭഗവാനെ കുറിച്ച് സ്മരിക്കുക. ദുഃഖം ഗമിഷ്യതി, ദുഃഖം പോയിരിക്കും, തീർച്ചയാണ്. ആ ദുഃഖം പോകും, വേറെ ദുഃഖം വരുമായിരിക്കാം, ശരിയാണ്. അപ്പോഴും ഇതന്നെയാണ് ഒരു പരിഹാരം. ഇപ്പൊ ഒരു സമാധാനമായി. ഇത്രയും ഭഗവത് കഥ കേട്ടു, ഭാഗവതമൊക്കെ വായിച്ചു, സജ്ജനങ്ങളുമായി ചേർന്ന് ഇപ്പൊ ഉള്ള ദുഃഖം മാറി. ഇത്രയും വീണ്ടും വരില്ലേ? വരും, ഉറപ്പാണ്. അപ്പോഴും ഇത് തന്നെ നിരന്തരം ചെയ്യൂ. അതുകൊണ്ട്
ഭൗതികമായ ഖേദങ്ങളെയും ചിന്തകളെയും കാരണമറിയാത്ത ദുഃഖങ്ങളെയും പരിഹരിക്കാൻ ഭഗവത് കഥ പോലെ മറ്റൊരു ഔഷധമില്ല. അതുകൊണ്ട് ഹേ ഭക്തിയായിരിക്കുന്ന ബാലെ, നീ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരണാംഭോജത്തെ സ്മരിച്ചുകൊള്ളുവെന്ന് നാരദൻ ഭക്തിയോടാണ് ഉപദേശിക്കുന്നത്. നോക്കൂ, ഇത്രയധികം ഉത്കൃഷ്ടവും ശ്രേഷ്ഠവുമായ ഭക്തിക്ക് പോലും ആശ്രയം ഭഗവാനാണ്. ആയില്ലെങ്കിൽ ഭക്തിക്കും ഈ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങളൊക്കെ. അപ്പൊ ഭക്തി നമ്മുടെ ഉള്ളിലുണ്ട്, ശരിയാണ്. നമ്മുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ടാണ് ഭക്തി ദുഃഖം അനുഭവിക്കുന്നത്. നമുക്കൊക്കെ ഭക്തിയുള്ളവരാണ് കുറേശ്ശെ, അല്ലാത്തവരാരും ഈ ഭാഗവതത്തിലേക്ക് വരില്ല എന്നുള്ള ഉറപ്പാണ്. കുറച്ച് ഭക്തി ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ ഉള്ളിൽ ഈ ഭക്തി ഉണ്ട്. ഇത് വെച്ചുകൊണ്ട് എന്തിനാണ് ദുഃഖിക്കുന്നതെന്ന് വെച്ചാൽ, അപ്പൊ ഭക്തി ഉണ്ടെങ്കിലും ദുഃഖിക്കാം. ഇവിടെ നാരദൻ ഭക്തിയോടെ എന്തുകൊണ്ട് ദുഃഖിക്കുന്നു എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഭക്തിക്ക് ദുഃഖം ഉണ്ടാവും. അതിന് ഉദാഹരണം നമ്മളൊക്കെ തന്നെയാണ്. നമ്മളിലൊക്കെ ഭക്തിയുണ്ട്, നമുക്കൊക്കെ ദുഃഖമുണ്ട്. അങ്ങനെ ഭക്തിക്ക് എപ്പോഴൊക്കെ ദുഃഖം വരുന്നുവോ അപ്പോൾ ആ ഭക്തി ഭഗവത് പാദങ്ങളിലേക്ക് സ്മരണ പുതുക്കിയാൽ മതിയാകും, ദുഃഖമില്ലാതാക്കി തീർക്കാൻ പറ്റും എന്ന് നാരദൻ ഒരു വലിയ മാനസിക സിദ്ധ ഔഷധത്തെ കലിയുഗത്തിലേക്ക് നമുക്ക് നൽകാൻ പോകുന്നതിന്റെ സൂചനയാണ് ഈ അധ്യായത്തിന്റെ ആരംഭം. വൃഥാഖേദയസേ ബാലേ അഹോ ചിന്താപുരാകഥം ശ്രീകൃഷ്ണചരണംഭോജം സ്മര ദുഃഖം ഗമിഷ്യതി. വൃഥാഖേദയസേ ബാലേ അഹോ ചിന്താപുരാകഥം ശ്രീകൃഷ്ണചരണംഭോജം സ്മര ദുഃഖം ഗമിഷ്യതി. വൃഥാഖേദയസേ ബാലേ അഹോ ചിന്താതുരാകഥം ശ്രീകൃഷ്ണചരണംഭോജം സ്മര ദുഃഖം ഗമിഷ്യതി. ദ്രൗപദീ ച പരിത്രാതാ യേന കൗരവകശ്മലാത് പാലിതാ ഗോപസുന്ദര്യ സ്വകൃഷ്ണക്വാഭിനോ ഗതാം. ദ്രൗപദീ ച പരിത്രാത, ദ്രുപദപുത്രിയായ പാഞ്ചാലിയെ പരിരക്ഷിച്ച ദ്രൗപദി, ദ്രുപദ രാജാവിന്റെ പുത്രിയായ പാഞ്ചാലി പരിത്രാത, രക്ഷിക്കപ്പെട്ടു. ഏന, ആരാലാണോ, കൗരവ കശ്മല, കൗരവന്മാരുടെ കശ്മലതയിൽ നിന്നും, കൗരവന്മാരുടെ പാപകർമ്മങ്ങളിൽ നിന്നും ദ്രൗപദി ആരാലാണോ രക്ഷിക്കപ്പെട്ടത്. നമുക്കറിയാം ആ കഥ. കൗരവ സദസ്സിൽ വന്ന് വസ്ത്രാക്ഷിതിയായി നിൽക്കുന്ന പാഞ്ചാലിയെ രക്ഷിക്കാൻ ഭർത്താക്കന്മാരോ ധർമ്മമറിയാവുന്ന ഭീഷ്മ ദ്രോണാദികളോ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് രക്ഷിക്കാൻ പറ്റില്ല. രക്ഷ ഭഗവാനിൽ മാത്രമേ ഉള്ളൂ. യുധിഷ്ഠിരാദികളെ വിളിച്ചു പാഞ്ചാലി ചോദിച്ചു, പറയൂ, ഇത് ശരിയാണോ? ഭീഷ്മനോട് ചോദിച്ചു, ദ്രുപദനോട് ദ്രോണരോട് ചോദിച്ചു, ശല്യരോട് ചോദിച്ചു, ദ്രുപദരോട് ചോദിച്ചു. ഇനിയും ഒറ്റഗതി ആരെയുള്ളൂ? ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രം. അങ്ങനെ പാഞ്ചാലി ഭഗവാനെ വിളിച്ചു കരഞ്ഞപ്പോൾ രക്ഷയുണ്ടായി. നമ്മുടെ ചുറ്റും നിൽക്കുന്ന ബന്ധുക്കളൊക്കെയാണ് നമ്മളെ രക്ഷിക്കുന്നത് നമ്മൾ ധരിക്കാറുണ്ട് പലപ്പോഴും. ചില ആപത്ഘട്ടത്തിൽ അവരൊക്കെ നിസ്സഹായരായിട്ട് നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. അപ്പോൾ രക്ഷിക്കാൻ ഒരാൾ മാത്രമേ ലോകത്തുള്ളൂ, ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന് മഹാഭാരത യുദ്ധത്തിൽ വെച്ച് പാഞ്ചാലിക്ക് കാണിച്ചു കൊടുത്തില്ലേ? ദ്രൗപദീജ പരിത്രാത ഏന, ആരാലാണോ, ഏന ശ്രീകൃഷ്ണേന, യാതൊരു ശ്രീകൃഷ്ണനാണോ, കൗരവ കശ്മലാത് പരിത്രാത, കൗരവന്മാരുടെ കശ്മലതയിൽ നിന്നും രക്ഷിക്കപ്പെട്ടത്. ഇതുപോലെയാണ് മനുഷ്യ ജീവിതത്തിൽ പലപ്പോഴും രക്ഷ ആവശ്യം എന്ന് കണ്ടാൽ രക്ഷിതാക്കളെ വിളിച്ചു കരയുകയല്ല വേണ്ടത്, ഭഗവാനെ വിളിക്കുക. ഈ രക്ഷിതാക്കൾക്കും രക്ഷ വേണമല്ലോ. അവരാരെ ആശ്രയിക്കും? ഭഗവാനെ. രക്ഷിതാക്കൾ എന്ന് പറയുന്നവർക്കും രക്ഷയില്ല. കാരണം അവർക്ക് എപ്പോൾ വേണമെങ്കിലും അരക്ഷിതാവസ്ഥ ഉണ്ടാവാം. അതുകൊണ്ട് രക്ഷിക്കാൻ പറ്റുന്ന ഒരാൾ ആര് മാത്രമേ ഉള്ളൂ? ഭഗവാൻ മാത്രമേ ഉള്ളൂ.
അങ്ങനെ ദ്രൗപദിക്ക് കാണിച്ചു കൊടുത്തു ഭഗവാൻ. രണ്ടാമത് പാലിത ഗോപസുന്ദര്യ, ഗോപസുന്ദരിമാരെ പാലിച്ചു കൊടുത്തു. ശംഖചൂടൻ എന്ന അസുരനിൽ നിന്നും ഗോപസുന്ദരിമാരെ രക്ഷിക്കാൻ വേണ്ടി രാസക്രീഡ കഴിഞ്ഞു പോകുമ്പോൾ ആ ഗോപസുന്ദരിമാരെ ശംഖചൂടൻ എന്ന അസുരൻ നമ്മെ ആക്രമിച്ചു. രക്ഷിക്കാൻ ആരുമില്ലാതെ ഭഗവാനെ വെച്ച് കരഞ്ഞു. അപ്പോൾ ഭഗവാനാണ് അവരെ രക്ഷിച്ചതെന്നും ഭാഗവതത്തിൽ ഇനി വരുന്ന ഒരു കഥയുണ്ട്. ഗോപസുന്ദര്യ പാലിത, ഗോപസുന്ദരിമാർ പാലിക്കപ്പെട്ടപ്പോൾ കൃഷ്ണ, ആ കൃഷ്ണൻ വാപിനോഗത, ഒരിടത്തും പോയിട്ടില്ല. വാപി നഗത, ഒരിടത്തും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. ആ കൃഷ്ണൻ പോയി എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. കൃഷ്ണന്റെ ഭൗതികമായ ശരീര സാന്നിധ്യം നഷ്ടപ്പെട്ടാലും കൃഷ്ണന്റെ ശക്തി ഈ പ്രപഞ്ചത്തിലുണ്ട്, അത് നഷ്ടപ്പെടില്ല. ഇപ്പോഴും ആർക്കും വിളിച്ചു കരഞ്ഞോളൂ. പാഞ്ചാലിയെ പോലെ, ഗോപസുന്ദരിമാരെ പോലെ എന്താണോ രക്ഷ വേണ്ടത് അത് ചെയ്യാൻ ഈ ജഗത്തിൽ ഈശ്വരന്റെ, ഭഗവാന്റെ, ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് നാരദ മഹർഷി അനുഭവിച്ചറിഞ്ഞ് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ദ്രൗപദീ ചരിത്രാദാകസ്മരാ പാലിതാ ഗോപസുന്ദര്യ സകൃഷ്ണക്വാവിനോഗതാം. ദ്രൗപദീ ചരിത്രാദായേന ഗൗരവകസ്മരാത് പാലിതാ ഗോപസുന്ദര്യ സകൃഷ്ണക്വാവിനോഗതാം. ദ്രൗപദീ ചരിത്രാദാ ഏന ഗൗരവകസ്മരാത് പാലിതാ ഗോപസുന്ദര്യ സകൃഷ്ണക്വാവിനോഗതാം. ത്വം തു ഭക്തേർയാതസ്യ സതതം പ്രാണതോധികാം ത്വയാഹൂതസ്തു ഭഗവാൻ യാതി നീചഗൃഹേഷ്വപി. ഹേ ഭക്തേ, സംബോധനയാണ്. ത്വം തു, നീയാകട്ടെ, തസ്യ, അവന്, ആ ഭഗവാനെ, സതതം, എല്ലായ്പ്പോഴും, പ്രാണതോ അധികാ പ്രിയ, പ്രാണനേക്കാൾ അധികപ്പെട്ട പ്രിയയാണ് നീ. ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവൾ ഭക്തി മാത്രമാണ്. ഭഗവാന്റെ ഏറ്റവും പ്രിയതമയും ഭക്തിയാണ്. അതുകൊണ്ട് ഹേ ഭക്തേ, എല്ലായ്പ്പോഴും നിന്നെ ഭഗവാന്റെ പ്രാണനേക്കാൾ ഇഷ്ടമാണ്. പ്രാണതോ അധികോ, പ്രാണനേക്കാൾ അധികമാണ് പ്രിയ, ഇഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് ത്വയാ ആഹൂതസ്തു, നിന്നാൽ വിളിക്കപ്പെട്ടാൽ, ത്വയാ, നിന്നാൽ, ആഹൂത, വിളിക്കപ്പെടുക. ത്വയാ ആഹൂത തു, നിന്നാൽ വിളിക്കപ്പെട്ടാൽ ആകട്ടെ, ഭഗവാൻ യാതി, ഭഗവാൻ വരിക തന്നെ ചെയ്യും. നീ വിളിച്ചാൽ ഭഗവാൻ വരിക തന്നെ ചെയ്യും. നീചഗൃഹേഷു അപി, നീചഗൃഹങ്ങളിലും, നീചന്മാരുടെ ഗൃഹങ്ങളിലും ഭഗവാൻ വരിക തന്നെ ചെയ്യും. ഇന്നിടത്തേന്നില്ല. പക്ഷെ വിളിക്കണം, വിളിക്കാതെ വരില്ല. അതാണ് നമ്മൾക്ക് ഇന്നുള്ള ഒരു ദോഷവും. ഇതൊക്കെ ഭഗവാൻ കാണുന്നില്ലേ, വന്ന് ചെയ്തു തരട്ടെ എന്ന് വിചാരിക്കാൻ പറ്റില്ല. വിളിക്കണം. എന്നും പരിചയമുള്ള ബന്ധുക്കളായ ഒരു വീടിന്റെ മുമ്പിൽ ചെന്നിട്ട് ഒന്ന് കോളിംഗ് ബെല്ല് വിളിച്ചെങ്കിൽ മാത്രമേ അവർ ഇറങ്ങി വരികയുള്ളൂ. അപ്പോ ഒരു ബെല്ലടിച്ചെങ്കിൽ മാത്രമേ ഭഗവാൻ വരികയുള്ളൂ. അത് വിളിയാണ്. ത്വയ ആഹൂത, നിന്നാൽ വിളിക്കണം. പാഞ്ചാലി അവിടെ നിന്ന് ഹാ കൃഷ്ണ എന്ന് വിളിച്ചപ്പോഴാണ് കൃഷ്ണ ഓടി വന്നേ. ഗോപസ്ത്രീകൾ ഹാ കൃഷ്ണ രക്ഷിക്കൂ എന്ന് വിളിച്ചപ്പോഴാണ് ഓടി വന്നത്. ഗോപന്മാർ കാട്ടുതീ വന്നപ്പോൾ ഹാ കൃഷ്ണ രക്ഷിക്കൂ എന്ന് വിളിച്ചപ്പോഴാണ് ഭഗവാൻ ഓടി വന്നത്. വിളിക്കണം, ഇത് ആവശ്യമാണ്. നമ്മൾക്ക് വിളിക്കാൻ ലജ്ജയാണ്, മടിയാണ്, നാണമാണ്. ഓ, ഭഗവാനെ വിളിക്കാനൊന്നും കഴിയില്ല എന്ന്. പക്ഷേ വിളിച്ചെങ്കിൽ മാത്രമേ വരികയുള്ളൂ എന്ന് ഉറപ്പിക്കുകയാണ്. ത്വയ ആഹൂതസ്തു ഭഗവാൻ യാതി, നിന്നാൽ വിളിച്ചാൽ മാത്രമേ ഭഗവാൻ എത്തുകയുള്ളൂ. തൊട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഒന്ന് വിളിച്ചെങ്കിൽ മാത്രമല്ലേ അയാൾ ശ്രദ്ധിക്കുള്ളൂ. അമ്മേ എന്ന് വിളിച്ചിട്ടാണ് അമ്മയുടെ കാര്യം പറയുന്നത്.
ആരോടും ഒന്ന് വിളിക്കണം. ഈ വിളി ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ പറ്റുകയുള്ളൂ. ഒരു ക്ലാസ്സിലാണല്ലോ ഒരു 12-ാം വിളിക്കുക. അങ്ങനെ വിളിച്ചാൽ നീചഗ്രഹങ്ങൾ പോലും ചെയ്യും. ധർമ്മവ്യാധന്റെ അടുക്കൽ ഭഗവാൻ പോയ കഥ ഭാഗവതത്തിൽ ഇനി വരും. രാമായണത്തിൽ ശബരിയുടെ അടുക്കൽ പോയ കഥയുണ്ട്. മഹാഭാരതത്തിൽ വിദുരരുടെ ഗൃഹത്തിൽ പോയി ചെന്ന് രാത്രിയിൽ അവിടെ ഉണ്ടായിരുന്ന കഞ്ഞി വെച്ച് കുടിച്ചു കിടന്നുറങ്ങിയവനാണ് ഭഗവാൻ. ഇങ്ങനെ നോക്കിയാൽ ഏത് വ്യാധന്മാരുടെ ഗൃഹത്തിലും നീചന്മാരെന്ന് നമ്മൾ വിചാരിക്കുന്ന ഗൃഹങ്ങൾ പോലും ഭഗവാൻ യാതി തു എത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഹേ ഭക്തേ, നീ ഒന്ന് വിളിച്ചാൽ മാത്രം മതി, ഭഗവാൻ ഓടിയെത്തി നിന്നെ രക്ഷിച്ചു. ത്വം തു ഭക്തേ പ്രിയാതസ്യ സതതം പ്രാണതോധികാം ത്വയാഹൂതസ്തു ഭഗവാൻ യാതി നീചഗൃഹേഷ്വപി. ത്വം തു ഭക്തേ പ്രിയാതസ്യ സതതം പ്രാണതോധികാം ത്വയാഹൂതസ്തു ഭഗവാൻ യാതി നീചഗൃഹേഷ്വപി. സത്യാദിത്രിയുഗേ ബോധവൈരാഗ്യോ ബുദ്ധിദായകൗ കലൗ തു കേവലം ഭക്തൻ ബ്രഹ്മസായുജ്യകാരിണി. സത്യാദിത്രിയുഗേ, സത്യയുഗം കൃതയുഗത്തിന്റെ പേരാണ്. ആദ്യത്തെ യുഗത്തിന്റെ പേരാണ് സത്യയുഗം അല്ലെ കൃതയുഗം. ആദി ശബ്ദം കൊണ്ട് മറ്റ് 2-3 യുഗത്തെയും പറയാം. അപ്പൊ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം എന്നുള്ള ആ 3 സത്യാദിത്രി എന്ന് പറഞ്ഞിരിക്കുന്നത് കലിയുഗം അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. സത്യാദികളായ 3 യുഗത്തിൽ കൃത, ത്രേത, ദ്വാപര യുഗങ്ങളിൽ ബോധ വൈരാഗ്യവും, ബോധം ജ്ഞാനമാണ്, വൈരാഗ്യം വിരക്തിയുമാണ്. അത് മുക്തിദായകവും, മുക്തിദാനം ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ മുക്തി സാധകവും എന്നൊരു പാഠമുണ്ട്. രണ്ടും ശരിയാണ്. മുക്തിയെ സാധിപ്പിക്കുന്നതാണ്. അപ്പൊ കൃതയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും മുക്തി ഉണ്ടാവാൻ ജ്ഞാനവൈരാഗ്യങ്ങളാണ് വേണ്ടത്. സത്യാദിത്രിയുഗേ ബോധവൈരാഗ്യവും മുക്തിദായകവും കലവൂതു കേവലം ഭക്തി. കലയിലാകട്ടെ കേവലമായ ഭക്തിയാണ് ബ്രഹ്മസായുജ്യകാരിണി, ബ്രഹ്മസായുജ്യത്തിന് കാരണമായിരിക്കുന്നത്. കലിയുഗത്തിൽ ബ്രഹ്മസാക്ഷാത്കാരത്തിന് കാരണം ഭക്തി മാത്രമാണ്. മറ്റു 3 യുഗത്തിലും ജ്ഞാനവൈരാഗ്യങ്ങൾ കൊണ്ട് മുക്തി നേടാം എങ്കിലും കലിയുഗത്തിൽ ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാലഘട്ടമാണ്. കലിയുഗത്തിൽ ജ്ഞാനം നേടാൻ വൈഷമ്യമുണ്ട്, പറ്റില്ല എന്നില്ല. വൈരാഗ്യം നേടുവാനും അങ്ങനെയാണ്. വിഷയാസക്തന്മാരുടെ ബഹുളതയും ജാള്യതയും കാരണം പലപ്പോഴും വിഷയത്തിൽ നിന്ന് വിട്ടുപോരാൻ കലിയുഗത്തിലെ ജനങ്ങൾക്ക് വിഷമമാണ്. അപ്പൊ പിന്നെ കലിയുഗത്തിലെ ജനങ്ങൾക്ക് ഒരൊറ്റ വഴിയുള്ളൂ, ഭക്തി മാത്രമേ. അതുകൊണ്ടാണ് നമ്മൾക്ക് പലപ്പോഴും വിഷയത്തിൽ നിന്ന് വിട്ടുപോരാൻ പറ്റാത്തത്. അത് യുഗത്തിന്റെ മഹാത്മ്യം. ഏതെങ്കിലും ഒരു വിഷയം നമ്മൾക്ക് ഉണ്ടാകും. എത്രയൊക്കെ മാറ്റി വെച്ചു കഴിഞ്ഞാലും, എത്രയൊക്കെ ഭാഗവതം വായിച്ച് പരമഭാഗവതനായാലും ഏതെങ്കിലും ഒരു വിഷയത്തിൽ എപ്പോഴും വ്യാപൃതനായി കൊണ്ടേയിരിക്കും. വൈരാഗ്യം പൂർണ്ണമാക്കിയെടുക്കാൻ കലിയുഗത്തിൽ പറ്റില്ല എന്നില്ല, വിഷമമാണ് എന്നുള്ളത്. സാധിക്കും, പക്ഷെ വിഷമമാണ്. അതുകൊണ്ട് കലിയിൽ കേവലമായ ഭക്തി മാത്രമാണ് ബ്രഹ്മസായുജ്യകാരിണി. അതുകൊണ്ട് നിനക്ക് ഏറ്റവും സ്ഥാനം കലിയുഗത്തിലാണ്. നീ ഭഗവാനെ വിളിക്കൂ, നിനക്ക് രക്ഷ കിട്ടും. കലിയുഗത്തിൽ നീയാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്നവൾ. നിന്നെ കൊണ്ട് വേണം എല്ലാ ജനങ്ങൾക്കും മുക്തിയിലേക്ക് എത്തുവാൻ. ഇത് മനസ്സിലാക്കി തന്നെ പ്രവർത്തിക്കൂ എന്ന് ഭക്തിയോട് ഉപദേശിക്കുക. സത്യാദിത്രിയുഗേ ബോധവൈരാഗ്യോ മുക്തിദായകോ കലൗതു കേവലം ഭക്ത ബ്രഹ്മസായുജ്യകാരിണി. സത്യാദിത്രിയുഗേ ബോധ
വൈരാഗ്യോ മുക്തിദായകൗ കലൗ തു കേവലം ഭക്ത ബ്രഹ്മസായുജ്യകാരിണീ സത്യാദിത്യുഗേ ബോധ വൈരാഗ്യോ മുക്തിദായകൗ കലൗ തു കേവലം ഭക്ത ബ്രഹ്മസായുജ്യകാരിണീ ഇത് നിശ്ചിത്യ ചിദ്രൂപ സ്വരൂപം ത്വാം സസർജഃ പരമാനന്ദജന്മൂർത്തി സുന്ദരീം കൃഷ്ണവല്ലഭം. ഇത് നിശ്ചിത്യ, ഇങ്ങനെ നിശ്ചയിച്ചിട്ട്, ഇത് ഇപ്രകാരം നിശ്ചയിച്ചിട്ട് ചിദ്രൂപ, ചിത്ത രൂപമായിരിക്കുന്ന ഭഗവാൻ, ചിത്ത ജ്ഞാനമാണ്. ചിദ്രൂപൻ ജ്ഞാനസ്വരൂപൻ, ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ. സ്വരൂപം എന്നുള്ളതിനേക്കാൾ നല്ല പാഠം സദ്രൂപ, സത്തായ രൂപത്തോടു കൂടിയ സദ്രൂപം. സ്വരൂപം എന്നൊരു പാഠവും കുഴപ്പമില്ല, പക്ഷെ അതിനേക്കാൾ ഒന്നുകൂടി നമുക്ക് അർത്ഥം യോജിപ്പിക്കാൻ പറ്റുന്ന സദ്രൂപം. ഇത് നിശ്ചിത്യ ചിദ്രൂപ സദ്രൂപം ത്വാം, സദ്രൂപയായ നിന്നെ ഫഫർജഃ, ഫഫർജ സൃഷ്ടിച്ചു. ഫഫർജ സൃജധാതുവിന്റെ ഭൂതകാലത്തിലെ ലിറ്റിലെ രൂപമാണ് ഫഫർജ, സൃഷ്ടിച്ചു എന്നർത്ഥം. ഹ എന്നുള്ള തീർച്ചയെ കാണിക്കാം. കലിയുഗത്തിൽ നിന്നെ കൊണ്ട് മാത്രമേ ബ്രഹ്മസായുജ്യം ഉണ്ടാകുകയുള്ളൂ എന്ന് കണ്ടിട്ട് തന്നെയാണ് ജ്ഞാനസ്വരൂപനായ ഭഗവാൻ നിന്നെ ഈ ഭക്തിയുടെ രൂപത്തിൽ കലിയുഗത്തിൽ സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇത് നിശ്ചയിക്ക. ഇങ്ങനെ നിശ്ചയിച്ചിട്ട്, എന്താ നിശ്ചയിച്ചത്? കലോതു കേവലം ഭക്തി എന്ന് നിശ്ചയിച്ചിട്ട് ചിദ്രൂപനായ ജ്ഞാനസ്വരൂപനാണ് ഭഗവാൻ. ആ ഭഗവാൻ സദ്രൂപയായ നിന്നെ സൃഷ്ടിച്ചു. പരമാനന്ദജന്മൂർത്തി, പരമാനന്ദജന്മൂർത്തിയായ ഭഗവാൻ, പരമാനന്ദത്തിന്റെയും ജ്ഞാനത്തിന്റെയും മൂർത്തീകരണമായ സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ. സുന്ദരീം ത്വാം, സുന്ദരിയായ നിന്നെ കൃഷ്ണവല്ലഭാം, കൃഷ്ണന്റെ വല്ലഭയായി തന്നെ സൃഷ്ടിച്ചു. കലിയുഗത്തിൽ ശ്രീകൃഷ്ണന്റെ വല്ലഭയാണ് ഭക്തി. വല്ലഭ എന്ന വാക്കിന് ഭാര്യ എന്ന് മാത്രമല്ല, സമർത്ഥ എന്ന് കൂടി അർത്ഥം. വല്ലഭനാണ് എന്നുവെച്ചാൽ സമർത്ഥനാണ്. വല്ലഭന പുല്ലുമായുധം എന്നൊക്കെ മലയാളത്തിൽ വെറുതെ പറയാറുണ്ട്. സാമർഥ്യമുള്ളവൻ, ശക്തൻ എന്നുള്ള അർത്ഥം. ഇത് സ്ത്രീലിംഗമാണ് ഇവിടെ. വല്ലഭ, കൃഷ്ണവല്ലഭ, കൃഷ്ണന്റെ ശക്തിമത്തായ വല്ലഭയാക്കി നിന്നെ സൃഷ്ടിച്ചത് കലിയുഗത്തിലേക്ക് വേണ്ടി മാത്രമാണ് ഭക്തി. പരമാനന്ദജന്മൂർത്തിയും ചിദ്രൂപനുമായ ഭഗവാൻ സദ്രൂപയായ സുന്ദരിയായ നിന്നെ കലിയുഗത്തിൽ കൃഷ്ണവല്ലഭയായിട്ട് തന്നെയാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് നീ വല്ലഭയായിരിക്കുന്നിടത്തോളം കാലവും വല്ലഭനെ തന്നെ വിളിച്ചോളൂ, ഭർത്താവിനെ തന്നെ വിളിച്ചു കരയൂ. നിന്നെ രക്ഷിക്കാൻ നിന്റെ ഭർത്താവായ ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ. നീ ഭഗവാന്റെ വല്ലഭയാണ്, നിന്റെ വല്ലഭനാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട്. ഇത് നിശ്ചിത്യ ചിദ്രൂപ സദ്രൂപാം ത്വം സസർജഃ പരമാനന്ദജന്മൂർത്തി സുന്ദരീം കൃഷ്ണവല്ലഭാം. ഇത് നിശ്ചിത്യ ചിദ്രൂപ സദ്രൂപാം ത്വം സസർജഃ പരമാനന്ദജന്മൂർത്തി സുന്ദരീം കൃഷ്ണവല്ലഭാം. ഇത് നിശ്ചിത്യ ചിദ്രൂപ സദ്രൂപാം ത്വം സസർജഃ പരമാനന്ദജന്മൂർത്തി സുന്ദരീം കൃഷ്ണവല്ലഭാം. ബദ്ധ്വാഞ്ജലിം ത്വയാ പൃഷ്ടഃ കിം കരോമീതി ചൈകഥാ ത്വാം തദാജ്ഞാപയത് കൃഷ്ണോ മദ്ഭക്താൻ മോഷയേതി ചാം. ബദ്ധ്വാ അഞ്ജലി, കൈ കൂപ്പി പിടിച്ചിട്ട് അഞ്ജലി കൂപ്പുക. ബദ്ധ്വാ കൂട്ടിയിട്ട് രണ്ട് കൈകളും കൂപ്പുകയാക്കി ചേർത്തിട്ട് ത്വയാ നിന്നാൽ പൃഷ്ടഃ ചോദിക്കപ്പെട്ടു.
കിം കരോമി ഇതി, എന്ത് ചെയ്യട്ടെ. കിം കരോമി ഇതി, എന്ത് ചെയ്യട്ടെ എന്ന് നിന്നാൽ ചോദിക്കപ്പെട്ടു. ച ഏകദ ചൈകത, ഏകദ ഒരിക്കൽ, ഏകദ ച ഒരിക്കൽ രണ്ട് കൈയും കൂപ്പിക്കൊണ്ട് നീ ഭഗവാനോട് ചോദിച്ചു, ഹേ ഭഗവൻ, ഞാൻ എന്ത് ചെയ്യണം എന്ന്. ബദ്ധ്വാഞ്ജലിം ത്വയാ പൃഷ്ടഃ കിം കരോമീതി ചൈകത ത്വാം തദാ ആജ്ഞാപയത് കൃഷ്ണോ, ത്വാം നിന്നോട്, തഥാ അപ്പോൾ, ആജ്ഞാപയത് കൃഷ്ണ നിന്നോട് കൃഷ്ണൻ അപ്പോൾ ആജ്ഞാപിച്ചു, മദ്ഭക്തൻ പോഷയതി എന്റെ ഭക്തന്മാരെ പരിപോഷിപ്പിക്കൂ എന്ന്. മദ്ഭക്താൻ എന്റെ ഭക്തന്മാരെ, പോഷയ, പോഷയാന്ന് വെച്ചാൽ പരിപോഷിപ്പിക്കും. എന്റെ ഭക്തന്മാരില് നിന്റെ സാന്നിധ്യം തീരെ കുറവായിരിക്കും. ചിലപ്പോ വല്ലപ്പോഴും ഇത്തിരി ഉണ്ടായേക്കാം, അത്ര മാത്രമേ ഉള്ളൂ. ആ ഉണ്ടായതിനെ നീ കൂടെ നിന്ന് പരിപോഷിപ്പിച്ചു കൊണ്ടുവരണം. ഇത് കലിയുഗത്തിൽ ഭക്തിയുടെ ധർമ്മമാണ്. മനുഷ്യരിൽ അല്പമെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ വളർത്തി വളർത്തി പരിപോഷിപ്പിച്ച് അതുകൊണ്ട് അവനെ ലക്ഷ്യത്തെത്തിക്കണം. ഇതാണ് നീ ചെയ്യേണ്ടതെന്ന് പണ്ടൊരിക്കൽ ഭഗവാൻ നിന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എനിക്കറിയാം. ബദ്ധ്വാഞ്ജലിം ത്വയാ പൃഷ്ടഃ, കൈകൂപ്പിക്കൊണ്ട് നീ ചോദിച്ചപ്പോൾ, കിം കരോമീതി ച ഏകദ ഒരിക്കൽ എന്ത് ചെയ്യട്ടെ എന്ന് നീ ചോദിച്ചപ്പോൾ നിന്നോട്, ത്വാം തഥാ ആജ്ഞാപയത് കൃഷ്ണ കൃഷ്ണ ആജ്ഞാപിച്ചു, മദ്ഭക്താൻ പോഷയതി എന്റെ ഭക്തന്മാരെ പരിപോഷിപ്പിച്ചുകൊള്ളൂ, അതാണ് നിന്റെ കടമ എന്ന് അന്ന് നിന്നോട് പറഞ്ഞതാണ്. ബദ്ധ്വാഞ്ജലിം ത്വയാ പൃഷ്ടഃ കിം കരോമീതി ചൈകത ത്വാം തദാജ്ഞാപയത് കൃഷ്ണോ മദ്ഭക്താൻ പോഷയേതി ച. ബദ്ധ്വാഞ്ജലിം ത്വയാ പൃഷ്ടഃ കിം കരോമീതി ചൈകത ത്വാം തദാജ്ഞാപയത് കൃഷ്ണോ മദ്ഭക്താൻ പോഷയേതി ച. ബദ്ധ്വാഞ്ജലിം ത്വയാ പൃഷ്ടഃ കിം കരോമീതി ചൈകത ത്വാം തദാജ്ഞാപയത് കൃഷ്ണോ മദ്ഭക്താൻ പോഷയേതി ച. അംഗീകൃതം ത്വയാ തദ്വൈ പ്രസന്നോ അഭൂദ്ധരിസ്തദാ മുക്തിം ദാസീം ദദോ ദുഃഖം ജ്ഞാനവൈരാഗ്യകാവിമൗ. അംഗീകൃതം അംഗീകരിക്കപ്പെട്ടു, ത്വയാ നിന്നാൽ. ഭഗവാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ നീ അത് അംഗീകരിച്ചു. അംഗീകൃതം ത്വയ, തത് വൈ, തദ് വൈ അത് തന്നെയാണ്. തത് വൈ കുറിച്ചുമ്പോൾ തദ് വൈ. പ്രസന്നോ അഭൂത് ഹരിഹി തദ, പ്രസന്നോ അഭുദ്ധരിസ്തദ. പ്രസന്നോ അഭൂത് ഹരി, അഭൂത് ഹരി എന്നുള്ളതിലെ തകാരവും ഹകാരവും കൂടി ചേർന്നിട്ട് ധ വന്നതാണ്. പ്രസന്നോ അഭൂത് ഹരി, പ്രസന്നോ അഭൂദ്ധരി, ഹരിഹി തഥാ ഹരിസ്തഥ. അവിടെ ധ കാണുന്നെങ്കിലും പദം പറയുമ്പോൾ അത് ഹരി എന്ന് തന്നെയാണ് വരിക. പ്രസന്നോ അഭൂത് ഹരിഹി തഥാ, തഥാ അപ്പോൾ ഹരിഹി പ്രസന്ന അഭൂത്. നീ അത് അംഗീകരിച്ചപ്പോൾ ഭഗവാൻ പ്രസന്നനായി. നീ കൈകൂപ്പിക്കൊണ്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എന്റെ ഭക്തന്മാരിലുള്ള ഭക്തിയെ പരിപോഷിപ്പിക്കൂ എന്ന് പറഞ്ഞപ്പോൾ നീ അത് അംഗീകരിച്ചു. അംഗീകരിച്ചപ്പോൾ ഭഗവാൻ പ്രസന്നനായി. പ്രസന്നോ അഭൂത് ഹരിഹി തഥാ മുക്തിം ദാസീം ദദൗ. എന്നിട്ട് മുക്തിയെ ദാസീം ദദൗ, മുക്തിയെ നിനക്ക് ദാസിയായിട്ടത്. മുക്തിം ദാസീം ദദൗ, നിന്റെ ദാസ്യവേല ചെയ്തെങ്കിൽ മാത്രമേ മുക്തിക്ക് നിലനിൽക്കാൻ പറ്റൂ. ഭക്തി കൊണ്ട് മാത്രമേ മുക്തി ഉണ്ടാവൂ. അതുകൊണ്ടാണ്
മുക്തിം ദാസ്യം ദദൗ തുഭ്യം, തുഭ്യം നിനക്കായിക്കട്ടെ, നിനക്ക് വേണ്ടി. ജ്ഞാനവൈരാഗ്യകൗ ഇമൗ, ഈ രണ്ട് പുത്രന്മാരെ, ജ്ഞാനവൈരാഗ്യന്മാരായ രണ്ടുപേരെ പുത്രന്മാരായിട്ടും നിനക്ക് നൽകി. ഹേ ഭക്തേ കേൾക്കൂ, അന്നു മുതൽ മുക്തി നിനക്ക് അധീനമാണ്. മുക്തി നിന്റെ ദാസിയാണ്. നിന്നെ ആശ്രയിച്ചെങ്കിൽ മാത്രമേ മുക്തി ലഭിക്കുകയുള്ളൂ. നിനക്ക് രണ്ട് പുത്രന്മാരെയും തന്നു, ജ്ഞാനവൈരാഗ്യങ്ങൾ എന്ന രണ്ട് പുത്രന്മാരെയും തന്നു. ഇത്രയും തന്ന് നിന്നെ അന്ന് അനുഗ്രഹിച്ചിരിക്കുകയാണ് ഭഗവാൻ. ഇതാണ് ഇപ്പോഴത്തെ നിന്റെ ചരിത്രം എന്ന് ഞാൻ ധ്യാനദൃഷ്ടിയിൽ കൂടി കണ്ടെത്തിയിരിക്കുന്നു. ഹേ ഭക്തേ, അംഗീകൃതം ത്വയാ തദ്വൈ പ്രസന്നോ ബുദ്ധരിസ്തദാം മുക്തിം ദാസിം ദദോ തുഭ്യം ജ്ഞാനവൈരാഗ്യകാവിമൗ. അംഗീകൃതം ത്വയാ തദ്വൈ പ്രസന്നോ ബുദ്ധരിസ്തദാം മുക്തിം ദാസിം ദദോ തുഭ്യം ജ്ഞാനവൈരാഗ്യകാവിമൗ. അംഗീകൃതം ത്വയാ തദ്വൈ പ്രസന്നോ ബുദ്ധരിസ്തദാം മുക്തിം ദാസിം ദദൗ തുഭ്യം ജ്ഞാനവൈരാഗ്യകാവിമൗ. പ്രസന്നോ അഭൂത് ഹരിഹി തദ, പ്രസന്നോ ബുദ്ധരിസ്തദ എന്നൊന്നിച്ച് വായിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പ്രസന്നോ അഭൂത് ഹരിഹി തദ എന്ന് വേർതിരിച്ച് വായിച്ച് പഠിച്ചിട്ട് പിന്നെ ഒന്നിച്ചാക്കണം. ജ്ഞാനവൈരാഗ്യകൗ ഇമൗ കൂടി ചെയ്യുമ്പോൾ ജ്ഞാനവൈരാഗ്യകാവിമൗ. പോഷണം സ്വേന രൂപേണ വൈകുണ്ഠേ ത്വം കരോഷി ച ഭൂമൗ ഭക്തവിപോഷായ ഛായാരൂപം ത്വയാ കൃതം. പോഷണം സ്വേന രൂപേണ, സ്വേന രൂപേണ നിന്റെ സ്വരൂപത്തിൽ. പോഷണം പരിപോഷിപ്പിക്കൽ, നിന്റെ യഥാർത്ഥമായ സ്വരൂപത്തോടുകൂടി. വൈകുണ്ഠേ ത്വാം പോഷണം കരോഷിച്ച, വൈകുണ്ഠത്തിൽ നീ പോഷണം ചെയ്യുക തന്നെ ചെയ്യുന്നത്. ഭൂമിയിലേക്ക് ഭക്തിയെ വിടുന്നതിന് മുമ്പ് ഭഗവാന്റെ വല്ലഭയായതുകൊണ്ട് വൈകുണ്ഠത്തിൽ വാമഭാഗത്തിൽ സ്ഥിര സാന്നിധ്യം ഉണ്ടായിരുന്ന നീ വൈകുണ്ഠലോകത്തിൽ വരുന്ന എല്ലാവിധ സജ്ജനങ്ങൾക്കും ഭക്തി പ്രദാനം ചെയ്തുകൊണ്ടിരുന്നു. വൈകുണ്ഠത്തിൽ ഭക്തിയെ നീ പരിപോഷിപ്പിച്ചു. വൈകുണ്ഠത്തിലും ഭക്തി വേണം, എന്നാലേ പറ്റുള്ളൂ. കാരണം അവിടെ ചെന്ന് നിൽക്കുന്നവരെ സായുജ്യമുക്തി അല്ല, പലപ്പോഴും സാരൂപ്യ സാമീപ്യ മുക്തിയോടെ നിൽക്കുന്നവരാണ്, വിഷ്ണു സ്വരൂപന്മാരായിട്ട് നിൽക്കുന്നവരാണ്. അവർക്കും മുക്തി ലഭിക്കണമെങ്കിൽ ഭക്തി കൊണ്ടേ പറ്റുകയുള്ളൂ എന്ന് വൈകുണ്ഠ ലോകത്തിൽ നീ ഭഗവാന്റെ യഥാർത്ഥ വല്ലഭയായിരുന്നു കൊണ്ട് ഈ പരിപോഷണം വൈകുണ്ഠ ലോകത്തിൽ നിർവഹിച്ചു. പോഷണം സ്വേനരൂപേണ വൈകുണ്ഠേ ത്വം കരോഷിച്ച, വൈകുണ്ഠത്തിൽ നിന്റെ സ്വന്തം രൂപത്തിൽ നീ പോഷണം ചെയ്തു. ഭൂമൗ ഭൂലോകത്തിലാവട്ടെ ഭക്തവിപോഷായ ഭക്തന്മാരെ പരിപോഷിപ്പിക്കാനായി ഛായാരൂപം ത്വജാകൃതം, നിഴലുകൊണ്ട് നീ ഒരു രൂപത്തെ സ്വീകരിച്ചു. ഛായാരൂപം യഥാർത്ഥമായ ബിംബത്തിന്റെ അതേ രൂപം തന്നെയാണ് പ്രതിബിംബത്തിൽ. അങ്ങനെ നീ ഒരു പ്രതിബിംബമായ ഭക്തിയായിട്ടാണ് ഇപ്പോൾ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്. ഭഗവാന്റെ വല്ലഭയാണ്, പക്ഷെ നീ ഇന്ന് സാക്ഷാത്തായ വല്ലഭയുടെ ശക്തിയോടുകൂടിയല്ല, അതിൻ്റെ ഒരു ഛായ മാത്രമേ. ഛായാരൂപിണിയായ നീ, ഛായാഭക്തിയാണ് ഇപ്പോൾ നീ. ഛായാരൂപം ത്വജാകൃതം നിന്നാൽ ചെയ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെ നീ ഇപ്പോൾ ഈ ഭൂലോകത്തിൽ ഇപ്പോൾ നീ നിൽക്കുന്നത് ഛായാഭക്തി സ്വരൂപത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. ഭൂമിയിലുള്ള സജ്ജനങ്ങളെ ഭക്തി കൊണ്ട് പരിപോഷിപ്പിക്കാൻ വന്നതാണ് നീ.
നിന്റെ ചരിത്രം മുഴുവൻ ഞാൻ അറിഞ്ഞിരിക്കുന്നു. നാരദൻ ഭക്തിയുടെ ചരിത്രം നാരദനോട് പറഞ്ഞു, ഭക്തിയോട് പറഞ്ഞു. പോഷണം സ്വേനരൂപേണ വൈകുണ്ഠേ ത്വം കരോഷി ച ഭൂമൗ ഭക്തവിപോഷായ ഛായാരൂപം ത്വയാ കൃതം. പോഷണം സ്വേനരൂപേണ വൈകുണ്ഠേ ത്വം കരോഷി ച ഭൂമൗ ഭക്തവിപോഷായ ഛായാരൂപം ത്വയാ കൃതം. പോഷണം സ്വേനരൂപേണ വൈകുണ്ഠേ ത്വം കരോഷി ച ഭൂമൗ ഭക്തവിപോഷായ ഛായാരൂപം ത്വയാ കൃതം. മുക്തിം ജ്ഞാനം വിരക്തിം ച സഹകൃത്വാ ഗതാ ഭുവി കഥാദിദ്വാപരസ്യന്തം മഹാനന്ദേന സംസ്ഥിതാ. മുക്തി, ജ്ഞാനം, വിരക്തി, ഈ 3 പേരോട് കൂടിയാണ് സഹ കൂടെ ചെയ്തിട്ട് ഗതാഭുവി ഭൂലോകത്തിലേക്ക് നീ എത്തിയത് ഒറ്റയ്ക്കല്ല, മുക്തി എന്ന ദാസിയോടും ജ്ഞാനവൈരാഗ്യങ്ങൾ എന്ന മക്കളോടും കൂടിയാണ് നീ ഈ ഭൂലോകത്തിൽ എത്തിയിരിക്കുന്നത്. മുക്തിം ജ്ഞാനം വിരക്തിഞ്ച സഹ ഗതാഭുവി കൃതാദിദ്വാപരസ്യാന്തം. കൃതയുഗം തുടങ്ങി ദ്വാപരത്തിന്റെ അവസാനം വരെ മഹാനന്ദേന സംസ്ഥിത, വലിയ ആനന്ദത്തോടെ സ്ഥിതി ചെയ്യും. സംസ്ഥിത, സ്ഥിതിയെ. ഈ ഭൂമിയിലെത്തിയ നീ കൃത ത്രേതാദ്വാപരയുഗങ്ങളിൽ അത്യധികമായ പരമാനന്ദത്തോട് നീ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നിന്റെ ദാസിയായ മുക്തിക്കും കുഴപ്പമില്ല, മക്കളായ ജ്ഞാന വൈരാഗ്യങ്ങൾക്കും കുഴപ്പമില്ല. ഇവരോടുകൂടി നീ സസുഖം സന്തോഷത്തോടെ ഈ 3 യുഗങ്ങൾ ഭൂമിയിൽ വസിച്ചു. മുക്തിം ജ്ഞാനം വിരക്തിം ച സഹകൃത്വാ ഗതാ ഭുവി കൃതാദിദ്വാപരസ്യന്തം മഹാനന്ദേന സംസ്ഥിതാം. മുക്തിം ജ്ഞാനം വിരക്തിം ച സഹകൃത്വാ ഗതാ ഭുവി കൃതാദിദ്വാപരസ്യന്തം മഹാനന്ദേന സംസ്ഥിതാം. മുക്തിം ജ്ഞാനം വിരക്തിം ച സഹകൃത്വാ ഗതാ ഭുവി കൃതാദിദ്വാപരസ്യന്തം മഹാനന്ദേന സംസ്ഥിതാം. കലോ മുക്തിക്ഷയം പ്രാപ്താം പാഖണ്ഡാമയ പീഡിതാം ത്വദാജ്ഞയാ ഗതാ ശീഘ്രം വൈകുണ്ഠം പുനരേവ ച. കലോ മുക്തിക്ഷയം പ്രാപ്തി. കലിയുഗത്തിൽ നിന്റെ ദാസിയായിരുന്ന മുക്തിക്ക് ക്ഷയമുണ്ടായി. പാഖണ്ഡ ആമയ പീഡിത. പാഖണ്ഡമാകുന്ന ആമയം കൊണ്ട് പീഡിതയായി. ആമയം രോഗം. പാഖണ്ഡമെന്ന രോഗം കൊണ്ട് പീഡിതയായി കലിയുഗത്തിൽ മുക്തി ക്ഷയം പ്രാപിച്ചു. കലിയുഗത്തിൽ മുക്തിക്ക് നിൽക്കാൻ പറ്റാതായത് രോഗബാധകളാണ്. എന്താണ് മുക്തിക്ക് സംഭവിച്ച രോഗം? പാഖണ്ഡം എന്നുള്ള. പാഖണ്ഡം വെച്ചാൽ നിരീശ്വരവാദമെന്നോ അവിശ്വാസമെന്നോ പറയാം. ഈശ്വരനിൽ ദൃഢമായ വിശ്വാസമില്ലാതിരിക്കുന്നവരാണ് പാഖണ്ഡം. അടിയുറച്ച വിശ്വാസത്തോടു കൂടിയവരാണ് ഭക്തന്മാർ. അവര് കുറഞ്ഞു വരും. ഈ പാഖണ്ഡമെന്ന അവിശ്വാസമെന്ന രോഗം കൊണ്ട് പീഡിതയായി തീർന്ന് മുക്തി കുറേശ്ശെ ക്ഷയിച്ചു തുടങ്ങി. നശിച്ചു പോയിട്ടില്ല, ഉണ്ട്, ക്ഷയം പ്രാപിച്ചിരിക്കുന്നു. ത്വദാജ്ഞയാ ഗതാ ശീഘ്രം. നിന്റെ ആജ്ഞ കൊണ്ട് ശീഘ്രം ഗതാ പെട്ടെന്ന് പോയി വൈകുണ്ഠം പുനരേവസാം. ആ മുക്തി വൈകുണ്ഠത്തിലേക്ക് തന്നെ വീണ്ടും. ഇവിടെ ക്ഷയം ബാധിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ
മുക്തി ഒരാസ്ഥാനം കണ്ടെത്തി വൈകുണ്ഠം. ഇപ്പോൾ മുക്തി വേണമെങ്കിൽ വൈകുണ്ഠത്തിൽ ചെല്ലണം. കാരണം മുക്തി അവിടെയാണ്. നിന്റെ കൂടെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചതാണ്. പക്ഷെ ഭൂമി നിലനിൽക്കാൻ പറ്റാതായപ്പോൾ ഈ മുക്തി എന്ന, ഈ മോക്ഷം എന്ന അവസ്ഥ നിന്റെ പരിചാരിക നിന്നെ വിട്ട് വൈകുണ്ഠത്തിലേക്ക് തന്നെ തിരിച്ചു പോയിരിക്കും. കലവു മുക്തി ക്ഷയം പ്രാപ്ത പാഖണ്ഡാമയ പീഡിതാം ത്വദാജ്ഞയാ ഗതാ ശീഘ്രം വൈകുണ്ഠം പുനരേവസാം. കലവു മുക്തി ക്ഷയം പ്രാപ്ത പാഖണ്ഡാമയ പീഡിതാം ത്വദാജ്ഞയാ ഗതാ ശീഘ്രം വൈകുണ്ഠം പുനരേവസാം. കലവു മുക്തി ക്ഷയം പ്രാപ്ത പാഖണ്ഡാമയ പീഡിതാം ത്വദാജ്ഞയാ ഗതാ ശീഘ്രം വൈകുണ്ഠം പുനരേവസാം. സ്മൃതാ ത്വയാപി തത്രൈവാം മുക്തിരായാതി ച പുത്രീകൃത്യ ത്വയേമൗച പാർശ്വേ സീവർക്ഷിതൗ. സ്മൃത സ്മരിക്കപ്പെട്ടു, ത്വയാപി നിന്നാലും, ച അത്രൈവ ഇവിടെ തന്നെ, മുക്തി ആയാതി യാതി ച മുക്തി ഈ ഭൂലോകത്തിൽ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുക. നീ സ്മരിച്ചപ്പോൾ, ഹേ ഭക്തേ, നിന്നെ വിട്ടുപിരിഞ്ഞു പോയ ദാസിയായ ഭക്തിയെ നീ സ്മരിച്ചപ്പോൾ വൈകുണ്ഠ ലോകത്തിൽ നിന്നും അവ ഇങ്ങോട്ട് വരും. പക്ഷെ ഇവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഉടനെ തിരിച്ചു പോകും. പോയി കഴിയുമ്പോൾ നീ വിളിക്കും, പിന്നെയും വരും. ഇങ്ങനെ മുക്തി ഇന്ന് കലിയുഗത്തിൽ ഭൂമിയിൽ വന്നും പോയിരിക്കുകയാണ്. സ്ഥിര സാന്നിധ്യമില്ല. അതുകൊണ്ട് സ്ഥിരമായ ഒരു മുക്തി ജനങ്ങൾക്ക് എത്തണമെങ്കിൽ ഭക്തിയെ ആശ്രയിക്കുക തന്നെ ചെയ്യണം. അല്ലാതെ മുക്തി ലഭിക്കില്ല. കാരണം മുക്തിക്ക് ഇവിടെ നിലനിൽക്കാൻ പറ്റില്ല. അത് ആയാതി യാതി പോവുകയും വരികയും ചെയ്യുക. പുത്രീകൃത്യ പുത്രന്മാരാക്കി ചെയ്തിട്ട്, പുത്രീകൃത്യ പുത്രന്മാരല്ലാത്തവരെ പുത്രന്മാരാക്കി ചെയ്യുമ്പോൾ പറയുന്നൊരു വാക്കാണ് പുത്രീകൃത്യ. പുത്രീകൃത അല്ലാത്ത ഒരാളെ പുത്രനാക്കി ചെയ്യുന്നതാണ് പുത്രീകൃത. രൂപീകൃത എന്നൊക്കെ മലയാളത്തിൽ വേറൊരു വാക്ക് പറയുന്നു. അരൂപഹ രൂപഹകൃത സമ്പദ്യമാന രൂപീകൃത. രൂപമല്ലാത്ത ഒന്നിന് രൂപം ഉണ്ടാക്കി കൊടുക്കലാണ് രൂപീകരിക്കൽ. കമ്മിറ്റി രൂപീകരിക്കലാണ്. കമ്മിറ്റിക്ക് രൂപമില്ല, ആകൃതിയില്ല. പക്ഷെ ഒരു പ്രസിഡന്റും സെക്രട്ടറിയും ജോയിന്റ് സെക്രട്ടറിയും ഖജാൻജിയും മെമ്പർമാരും തെരഞ്ഞെടുത്ത് കഴിയുമ്പോൾ ഈ കമ്മിറ്റിക്ക് ഒരു ആകൃതി ഉണ്ടാകും. അപ്പോൾ രൂപീകരിക്കപ്പെടും. അരൂപമായ കമ്മിറ്റിക്ക് രൂപമുണ്ടായതുപോലെ ആകും. അതുകൊണ്ടാണ് കമ്മിറ്റി രൂപീകരിക്കൽ എന്നേ പറയാൻ പറ്റുള്ളൂ. രൂപീകരിക്കൽ എന്നാണ് ആ വാക്ക്. അതുപോലെയാണ് പുത്രീകരിക്കൽ. പുത്രീകൃത പുത്രന്മാരല്ല. ജ്ഞാനവൈരാഗ്യങ്ങൾ പുത്രന്മാരല്ല. അല്ലാത്ത അവരെ ഇപ്പോൾ പുത്രന്മാരെ പോലെ ആക്കി ചെയ്തിരിക്കുന്നു. പുത്രീകൃത്യ ത്വയാ ഇമവു നിന്നാൽ ഇവർ രണ്ടുപേര്. ഈ രണ്ട് ജ്ഞാനവൈരാഗ്യങ്ങളെ ഇമവു എന്നാൽ ഇവർ രണ്ടുപേരെ. ജ്ഞാനവൈരാഗ്യവും ഇമവു ത്വയാ പുത്രീകൃത്യ. ജ്ഞാനവൈരാഗ്യങ്ങളായ ഇവർ രണ്ടുപേരെ നിന്നാൽ പുത്രന്മാരെ പോലെ ആക്കി പരിപോഷിപ്പിച്ചുകൊണ്ട് പാർശ്വേ വശത്തിൽ സുഫീവ നിന്റെ തന്നെ രക്ഷിതവും രക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ജ്ഞാനവൈരാഗ്യങ്ങൾ നീ പുത്രനെ പോലെ കണ്ടതുകൊണ്ട് നിന്റെ രണ്ടു വശങ്ങളിലും രണ്ടുപേരും ഉണ്ട്. നീ രക്ഷിക്കുമെന്ന് വിചാരിച്ചു തന്നെയാണ്. നിന്റെ രക്ഷയിൽ അകപ്പെടുത്തിക്കൊണ്ടാണ്. നമുക്കുള്ള ഭക്തിയുടെ മഹാത്മ്യം ഇതിക്കുള്ള എങ്ങനെയാ പറയുക? മുക്തിയും ജ്ഞാനവും വൈരാഗ്യവും പോലും ഭക്തിക്ക് അധീനമാണ്.
എന്ന് ഭക്തി നാരദനെ കൊണ്ടാണ് വ്യാസൻ ഈ ആമുഖത്തിൽ പറയുന്നത്. നോക്കൂ, ഭക്തിയുടെ സൂത്രം വിരചിച്ച ഋഷിയാണ് നാരദൻ. ആ നാരദനെ കൊണ്ട് വ്യാസൻ പറയിപ്പിക്കുകയാണ്, കലിയുഗത്തിൽ ഭക്തി മാത്രമേ പറ്റുള്ളൂ, മുക്തിക്ക് പോലും സ്ഥാനമില്ല, ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് ഒട്ടുമേയില്ല എന്ന് ഭക്തിയുടെ മാഹാത്മ്യം വിളംബരം ചെയ്യലാണ് ഈ ഭാഗവത മാഹാത്മ്യത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് മാഹാത്മ്യം വായിച്ചിട്ട് ഭാഗവതം വായിക്കുന്നത്. ഭാഗവതത്തിൽ കൂടി നേടേണ്ടത് ഭക്തിയാണെന്ന് അറിയട്ടെ എന്ന് കരുതിയാണ്. ഇത് അറിഞ്ഞു വേണം വാസ്തവത്തിൽ ഈ മാഹാത്മ്യം പാരായണം ചെയ്യാനും കേൾക്കാനും ഒക്കെ. അതുകൊണ്ട് സ്വസ്യ ഏവ രക്ഷിതോ, നിന്റെ തന്നെ രക്ഷണത്തിൽ നീ തന്നെ രക്ഷിതാവായി, പാർശ്വേ നിന്റെ പാർശ്വത്തിൽ ഈ ജ്ഞാനവൈരാഗ്യങ്ങളെ പുത്രന്മാരെ പോലെയാക്കി നീ പരിരക്ഷിച്ചു കൊണ്ടിരിക്കുന്നുവല്ലോ. അതുകൊണ്ടാണ് സ്മൃതാത്വയാഭിജാത്രൈവ മുക്തിരായാതിയാതിജാം പുത്രീകൃത്യത്വേമൗജ പാർശ്വേ സ്വസ്യൈവ രക്ഷിതൗ. സ്മൃതാത്വയാഭിജാത്രൈവ മുക്തിരായാതിയാതിജാം പുത്രീകൃത്യത്വേമൗജ പാർശ്വേ സ്വസ്യൈവ രക്ഷിതൗ. സ്മൃതാത്വയാഭിജാത്രൈവ മുക്തിരായാതിയാതിജാം പുത്രീകൃത്യത്വേമൗജ പാർശ്വേ സ്വസ്യൈവ രക്ഷിതൗ. ഉപേക്ഷാതക്കലൗ മന്ദൗ വൃദ്ധൗ ജാതൗ സുതൗ തവാം തഥാപി ചിന്തം മുഞ്ച ത്വമുപായം ചിന്തയാമ്യഹം. ഉപേക്ഷാതഃ, ഉപേക്ഷ കൊണ്ട്, ഉപേക്ഷ വിചാരിച്ചത് കൊണ്ട്, കലൗ കലിയുഗത്തിൽ, മന്ദൗ മന്ദന്മാരായി, വൃദ്ധൗ വൃദ്ധന്മാരായി, ജാതൗ ജനിച്ചു, സുതൗ പുത്രന്മാർ രണ്ടുപേരും, തവ നിന്റെ, തവ സുതൗ നിന്റെ ഈ രണ്ട് പുത്രന്മാരെ നീ ഉപേക്ഷിച്ചത് കൊണ്ട് തന്നെയാണ്. ഈ പുത്രന്മാർ രണ്ടുപേരും മന്ദന്മാരായി, വൃദ്ധന്മാരുമായി, ആലസ്യം ബാധിച്ചവരായി, വാർദ്ധക്യം ബാധിച്ചവരുമായി. ഉപേക്ഷ കൊണ്ടാണ്. കലിയിലെ ഈ പുത്രന്മാരെ, ജ്ഞാനവൈരാഗ്യങ്ങളെ ആരും സ്വീകരിക്കാത്തതുകൊണ്ട് ജ്ഞാനവൈരാഗ്യങ്ങളോട് ജനങ്ങൾക്ക് ഒരു മന്ദതയാണ്. ഓ, ജ്ഞാനവും വൈരാഗ്യവും ഒക്കെ അത്ര എളുപ്പം പറ്റുന്നതല്ല എന്നുള്ള മട്ടിൽ അവരെ ആശ്രയിക്കാത്തത് കൊണ്ട് വൃദ്ധന്മാരായിട്ട് മാറിയവർ ആയപ്പോൾ ഒരു പ്രവൃത്തിയും ചെയ്യാതെ മന്ദന്മാരുമായി നിന്റെ രണ്ട് പുത്രന്മാർ. ഇതാണ് ഇവർക്ക് വാർദ്ധക്യം വരാനുള്ള കാരണം. തഥാപി എന്നാലും ചിന്താം മുഞ്ച, ചിന്തയെ ഉപേക്ഷിച്ചു, ചിന്തിച്ചുകൊണ്ടിരിക്കണ്ട. മുഞ്ച എന്ന് വെച്ചാൽ മോചിപ്പിക്കൂ, ഉപേക്ഷിക്കൂ, വിടൂ. ചിന്താം മുഞ്ച, ചിന്തയെ വിട്ടു കളഞ്ഞേക്കൂ, ചിന്തിക്കണ്ട, വെറുതെ ചിന്തിച്ചിരിക്കണ്ട. ത്വം നീ, ഉപായം ചിന്തയാമി അഹം, ഞാൻ അതിന് ഉപായം കണ്ടെത്തിക്കൊള്ളാം. ഓ, എന്ത് ആശ്വാസമായി. ഇങ്ങനെ ആരെങ്കിലും ഒക്കെ നമ്മളോട് പറയാനുണ്ടായിരുന്നു. വെറുതെ ചിന്തിക്കേണ്ട, നിങ്ങളുടെ വിഷയങ്ങൾക്ക് ഒരു പരിഹാരം ഞാൻ ഉണ്ടാക്കിത്തരാം. ഇവിടെ നാരദ മഹർഷി ഭക്തിയോട് പറയാണ്, ഉപായം അഹം ചിന്തയാമി, ഉപായത്തെ ഞാൻ ചിന്തിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞു തരാം, അത് സ്വീകരിച്ചോളൂ. വെറുതെ ചിന്തിക്കണ്ട, ചിന്ത വിട്ടുകളഞ്ഞോളൂ. തഥാപി ചിന്ത മുഞ്ച ത്വം ഉപായം ചിന്തയാമ്യഹം. ഉപേക്ഷാതക്കലൗ മന്ദൗ വൃദ്ധൗ ജാതൗ സുതൗ തവാം തഥാപി ചിന്ത മുഞ്ച ത്വമുപായം ചിന്തയാമ്യഹം. ഉപേക്ഷാതക്കലൗ മന്ദൗ വൃദ്ധൗ ജാതൗ സുതൗ തവാം തഥാപി ചിന്ത മുഞ്ച ത്വമുപായം ചിന്തയാമ്യഹം. ഉപേക്ഷാതക്കലൗ മന്ദൗ വൃദ്ധൗ
ജാതൗ സുതൗ തവാം തഥാപി ചിന്തം ത്വമുപായം ചിന്തയാമ്യഹം. ഇത് കലികാലത്തിന്റെ ഒരു പ്രഭാവം കൊണ്ടാണ് നിന്റെ പുത്രന്മാരിലെ ആർക്കും ശ്രദ്ധയില്ലാതെ ഉണ്ടാവാൻ ഒരു കാരണം എന്ന് സൂചിപ്പിച്ചിട്ട് പരിഹാരം ഞാൻ പറഞ്ഞുതരാം. കലിനാ സദൃശക്കോപിയുഗോ നാസ്തി വരാനനേ തസ്മിൻ ത്വാം സ്ഥാപയിഷ്യാമി ഗേഹേ ഗേഹേ ജനേ ജനേ. കലിനാ സദൃശക്കോപി യുഗോ നാസ്തി. കലിയുഗം പോലെ സാദൃശ്യമുള്ള മനോഹരമായ യുക്തമായ ഒരു യുഗം വേറെ ഇല്ല. ഹേ വരാനനെ സുന്ദരി. വരാനന സുന്ദരി. ഹേ വരാനനെ, ഹേ സുന്ദരി. കലിനാ സദൃശ കോപി യുഗോ നാസ്തി. കലിയുഗത്തിന് സദൃശമായ തുല്യമായിട്ട് ഒരു യുഗവും ഇല്ല. കലിയുഗത്തിന് തുല്യമായ യുഗം കലിയുഗം മാത്രമാണ്. ഹൃദയുഗം പോലെയാണ്, ത്രേതായുഗം പോലെയാണ് ഒന്നും പറയാൻ പറ്റില്ല. 4 യുഗത്തെക്കാൾ ഏറ്റവും ശ്രേഷ്ഠതയും ഉത്കൃഷ്ടതയും കലിയുഗത്തിലാണ്. അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ കലിയുഗത്തിൽ വന്ന് ജനിക്കാനും. ഇത്തിരി വൈകിപ്പോയി എങ്കിൽ പോലും ഭാഗവതം കയ്യിലെടുക്കാനും കാണാനും കേൾക്കാനും ഒക്കെ ഇടയായത് കലിയുഗത്തിന് മഹാത്മ്യമില്ല. അല്ലെ ഒന്നും നടക്കില്ല, ഉറപ്പാണ്. കലിനാ സദൃശക്കോപി യുഗോ നാസ്തി. കാരണം ഇതുപോലെ സുന്ദരമായ യോഗ്യമായ യുഗം ഇല്ല എന്ന് തന്നെ പറയാൻ കാരണം 3 യുഗത്തിലും മുടങ്ങാതെ അനുഷ്ഠിച്ചു കൊണ്ടിരുന്ന കുറെ ചടങ്ങുകളുണ്ട്. യജ്ഞങ്ങൾ, ഹോമങ്ങൾ, പൂജകൾ, സന്ധ്യാവന്ദനങ്ങൾ, വർണ്ണധർമ്മങ്ങൾ, ആശ്രമധർമ്മങ്ങൾ, ശൗചം, സ്നാനം, ദാനം, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഈ 3 യുഗത്തിന്റെ ധർമ്മങ്ങളാണ്. ഹൃദയുഗത്തിന്റെയും ത്രേതായുഗത്തിന്റെയും ദ്വാപരയുഗത്തിന്റെയും ധർമ്മങ്ങളാണ്. വർണ്ണധർമ്മങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ പറ്റുക, ആശ്രമധർമ്മം അനുസരിച്ച് ജീവിക്കാൻ പറ്റുക, എല്ലാവരും ശുചിയായിരിക്കാൻ പറ്റുക, സ്നാനം ചെയ്യുക, എല്ലാ നേരങ്ങളിലും സ്നാനം ചെയ്യുക, സന്ധ്യാവന്ദനം മുടങ്ങാതെ ചെയ്യുക, അഗ്നിഹോത്രാദികളായിരിക്കുന്ന യജ്ഞങ്ങൾ ചെയ്യണം, ദാനം ചെയ്യുക, ധർമ്മം ചെയ്യുക, സത്യം പറയുക. ഇതൊക്കെ ഈ 3 യുഗത്തിലെ പറ്റും. ആ 3 യുഗത്തിൽ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാം കലിയുഗത്തിൽ അസ്തമിച്ചു തുടങ്ങി. വർണ്ണാശ്രമധർമ്മങ്ങൾ ആചരിക്കുന്നില്ല, ശൗചം വേണ്ട പോലെയില്ല, സ്നാനവും വല്ലപ്പോഴും ഉള്ളൂ, സന്ധ്യാവന്ദനം ഒക്കുമ്പോൾ ഒക്കുന്നത് പോലെയാണ്, അഗ്നിഹോത്രാദികളായ യജ്ഞങ്ങളൊന്നും ഇല്ലേ ഇല്ല, ദാനം നമ്മൾക്ക് വേണമെന്ന് തോന്നിയാൽ യോഗ്യമായ മട്ടിലൊന്നുമല്ല, എന്തെങ്കിലും ആർക്കെങ്കിലും ഒക്കെ കൊടുത്ത് പേരുണ്ടാക്കാൻ വേണ്ടി മാത്രം ദാനം ചെയ്യും. അപ്പൊ പിന്നെ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി കലിയുഗത്തിന്. ആ ക്ഷേത്രങ്ങൾ പ്രതിമകളാക്കി, ബിംബങ്ങളായി, പൂജകളായി. അപ്പോൾ പിന്നെ അവിടെ എത്തുക, ക്ഷേത്രം അടിച്ചു വാരുക, അവിടുത്തെ ദാസ്യവേലകൾ ചെയ്യുക, പൂവൊഴുക്കി കൊടുക്കുക, മാല കെട്ടുക, അതേപോലെ ചന്ദനാദികളായ ലേപനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, അലങ്കാരങ്ങളൊക്കെ കൊടുക്കുക, പാട്ടുപാടുക, നൃത്തം ചെയ്യുക എന്നിങ്ങനെ പലതരത്തിലുള്ള മഹോത്സവങ്ങളെ ഏർപ്പെടുത്തുകയും ചെയ്തു. അത് കലിയുഗത്തിന് വേണ്ടി ചെയ്തു വെച്ചതാണ്. കലിയുഗത്തിൽ ഭക്തിയെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി ചെയ്ത ഒരു തന്ത്രമാണ് ക്ഷേത്രവും ആചാരങ്ങളും, അതിൽ നാമജപങ്ങളും ഘോഷങ്ങളും നൃത്തങ്ങളും ഗീതങ്ങളും വാദ്യങ്ങളും ഒക്കെ അതിന്റെ ഭാഗമാണ്. ഇതൊക്കെ ക്ഷേത്രത്തിലുണ്ട്. നൃത്തങ്ങളുണ്ട്, ഗീതമുണ്ട്, വാദ്യമുണ്ട്, ഇതൊക്കെ ക്ഷേത്രങ്ങളിലുണ്ട്. ഇതൊക്കെ ഭക്തിയെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്, ഭക്തി വളർത്താൻ വേണ്ടിയുള്ളതാണ്.
അതുകൊണ്ട് തസ്മിൻ ത്വാം സ്ഥാപയിഷ്യാമി, തസ്മിൻ അതിൽ, ഏതിൽ, കലിയുഗത്തിൽ. ത്വാം സ്ഥാപയിഷ്യാമി, നിന്നെ ഞാൻ സ്ഥാപിക്കും. കലിയുഗത്തിലേക്ക് നിന്നെ ഞാൻ സ്ഥാപിപ്പിക്കാൻ പോവാണ്. ഗേഹേ ഗേഹേ ജനേ ജനേ, വീടുകൾ തോറും ജനങ്ങൾ തോറും ഞാൻ നിന്നെ സ്ഥാപിപ്പിക്കാൻ പോവാണ്. ഓരോ വീടുകളിലും ജനങ്ങളിലും ഞാൻ നിന്നെ വസിപ്പിക്കുന്നത് കൊണ്ട് ലോകത്തിൽ ഭക്തിക്ക് ധാരാളം പ്രചരണം ഉണ്ടായി വരും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയല്ലേ ഞാൻ ഇപ്പോഴും ഹരിദാസനായി ഇങ്ങനെ ജീവിക്കാൻ കാരണം. കലിയുഗത്തിൽ എന്നെ കണ്ടുപിടിക്കൂ. ഞാനിപ്പോഴും ഹരിനാമങ്ങളെ ഉച്ചരിച്ചുകൊണ്ട് ഹരിദ്വാരങ്ങളിൽ ഇങ്ങനെ ഓടി ഓടി നടക്കുന്നത് ഭക്തി ഈ യുഗത്തിലുള്ളത് കൊണ്ടാണ്. കലിയുഗത്തിലെ ഭക്തിയുടെ മഹാത്മ്യത്തെ കുറിച്ച് പറയുകയാണ്. കാരണം ഇതുപോലെ ഭക്തി വിളയാടുന്ന ഒരു യുഗം വേറെയില്ല. മറ്റു പല യുഗങ്ങളിലും പലതും ചെയ്തിരുന്നു. അതൊക്കെ ഇന്ന് പ്രാവർത്തികമാക്കാതെ വരുമ്പോൾ ഇന്ന് ജനങ്ങൾക്ക് ആചരിക്കാൻ പറ്റുന്നുള്ള ഭക്തി മാർഗത്തെക്കുറിച്ച് കലിയുഗത്തിൽ പ്രചരണം ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടാണ് നിന്നെ ഇവിടൊക്കെ പ്രതിഷ്ഠിച്ചത്. അമ്പലങ്ങളിലെ, വീടുകളിലെ നാമം ചൊല്ലുന്നിടത്ത്, ഭഗവത് കീർത്തനം പാടുന്നിടത്ത്, ഭജനവേളകളിലെ, നൃത്തങ്ങളിൽ, ഇവിടെയൊക്കെ ഭക്തിയുണ്ട്. ഇവിടെയൊക്കെ നിന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കലിയുഗത്തിൽ ജനങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഭക്തിയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ. വിവിധ വഴികളിൽ കൂടിയാണ് നിന്നെ പ്രചരിച്ചത്, ഒരു മാർഗത്തിൽ കൂടിയല്ല. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിനക്കിവിടെ നിൽക്കാൻ പറ്റുള്ളൂ. കലിനാ സദൃശകോപി യുഗോ നാസ്തി വരാനനെ, തസ്മിൻ ത്വാം സ്ഥാപയിഷ്യാമി ഗേഹേ ഗേഹേ ജനേ ജനേ. കലിനാ സദൃശകോപി യുഗോ നാസ്തി വരാനനെ, തസ്മിൻ ത്വാം സ്ഥാപയിഷ്യാമി ഗേഹേ ഗേഹേ ജനേ ജനേ. കലിനാ സദൃശകോപി യുഗോ നാസ്തി വരാനനെ, തസ്മിൻ ത്വാം സ്ഥാപയിഷ്യാമി ഗേഹേ ഗേഹേ ജനേ ജനേ. അന്യധർമാം സ്ഥിരസ്കൃത്യ പുരസ്കൃത്യ മഹോത്സവാൻ, തദാ നാഹം ഹരേർദാസോ ലോകേ ത്വം ന പ്രവർത്തയേ. അന്യധർമാം സ്ഥിരസ്കൃത്യ, മറ്റു ധർമ്മങ്ങളെയൊക്കെ തിരസ്കരിച്ചിട്ട്, മറ്റു ധർമ്മങ്ങളാണ് ഞാൻ മുമ്പ് വിസ്തരിച്ച യജ്ഞം, ദാനം, തപസ്, സ്വാധ്യായം എന്നിങ്ങനെയുള്ള മറ്റ് സന്ധ്യാവന്തനാദികളായ അന്യധർമ്മങ്ങളെയൊക്കെ തിരസ്കൃത്യ, കലിയുഗത്തിൽ ജനങ്ങൾ തിരസ്കരിച്ചിട്ട് അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? പുരസ്കൃത്യ മഹോത്സവം. മഹോത്സവങ്ങളിൽ നിന്നെ പുരസ്കരിച്ചു മുമ്പിൽ നിർത്തി. ഉത്സവാദികളായിരിക്കുന്ന ആഘോഷത്തിൽ നിന്നെ മുമ്പിൽ നിർത്തി. ഭക്തിയെ മുമ്പിൽ നിർത്തിക്കൊണ്ട് വേണം ഉത്സവാഘോഷം മുഴുവൻ. അങ്ങനെയാണ് ഞാൻ നിന്നെ ഇപ്പൊ ഈ കലിയുഗത്തിൽ പ്രതിഷ്ഠിച്ചത്. തഥാ, അന്ന് അപ്പോൾ, നാഹം ഹരിദാസു, അല്ലായിരുന്നെങ്കിൽ ഞാൻ ഹരിദാസനാവില്ലായിരുന്നു. ലോകേ ത്വം ന പ്രവർത്തയെ, ലോകത്തിൽ നിന്നെ ഇന്ന് പ്രവർത്തിക്കാനും പറ്റില്ലായിരുന്നു. ഭഗവാൻ കലിയുഗത്തിലേക്ക് നിന്നെ നിശ്ചയിച്ചു വിട്ടത് കൊണ്ടാണ് എനിക്കിന്ന് നിന്നെ ഈ കലിയുഗത്തിൽ പ്രവർത്തിപ്പിക്കാൻ പറ്റും. നോക്കൂ, എത്ര ഭാഗ്യമാണ് നീ ചെയ്തത്. നീ ചെയ്യേണ്ട ദൗത്യം എത്ര കൂടുതലാണ്. മുക്തിയേക്കാൾ ഉയർന്ന സ്ഥാനമാണ് നിനക്കുള്ളത്. നോക്കൂ, ഭക്തിയുടെ ചിന്തയും വേദനയും വിഷമവും ദുഃഖവും ദൗർബല്യവും ഒക്കെ ഭക്തിയെ പാടി ഉയർത്തി പ്രചരിപ്പിച്ച് മാഹാത്മ്യത്തെ ഉദ്ബോധനത്തിലേക്ക് ഉയർത്തിയപ്പോൾ എത്ര ഉത്കൃഷ്ടയായി ഭക്തി. ഇങ്ങനെയാണ് ലോകത്തിൽ ദുഃഖിക്കുന്ന ഒരാളെ കണ്ടാൽ അവരുടെ ദുഃഖത്തെ മാറ്റിയെടുക്കാൻ, അവരുടെ കഴിവുകളെയും ശക്തികളെയും മഹത്വത്തെയും ആവശ്യകതയും നന്നായി പ്രശംസിച്ചു പാടി അവരെ ഉദ്യുക്തരാക്കി മാറ്റണം. അപ്പോൾ അവർ കർമ്മോന്മുഖരായി പ്രവർത്തിച്ചു തുടങ്ങി. എത്ര മഹനീയമായ തത്വമാണ് നാരദൻ ഈ കഥയിൽ കൂടി നമ്മെ ബോധിപ്പിച്ചത്. വ്യാസനം നമ്മളും ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്.
ദുഃഖിച്ചും വിഷമിച്ചും ഇരിക്കുന്നവരെ നമ്മൾ എന്തെങ്കിലും കുത്തുവാക്കുകൾ പറഞ്ഞ് വീണ്ടും വിഷമിപ്പിക്കാൻ നമുക്കിഷ്ടം. അവരുടെ ദുഃഖത്തെ കൂട്ടിക്കൂട്ടിക്കൊണ്ട് കണ്ട് ആനന്ദിക്കാം. അവരുടെ ദുഃഖത്തെ, അവരുടെ ചിന്തയെ, അവരുടെ വേദനയെ, അവരുടെ ആതുരതയെ, അവരുടെ ദൗർബല്യത്തെ വളർത്തിയെടുത്ത അവസ്ഥയെ മാറ്റിയെടുത്തിട്ട് നിങ്ങൾ ബലശാലികളാണ്, നിങ്ങളുടെ കഴിവും ബലവും ശക്തിയും ഇവിടെയൊക്കെയാണ് എന്ന് സ്വന്തം കഴിവുകളെയും ശക്തികളെയും മറ്റൊരാൾ പറഞ്ഞു പാടി പുകഴ്ത്തുമ്പോൾ നമ്മുടെ വിഷമവും ദൗർബല്യവും ഒക്കെ മാറിയിട്ട് നമ്മൾ ഏറ്റവും ഉത്കൃഷ്ടന്മാരായിട്ട് മാറുക തന്നെ ചെയ്യും. ഇപ്പൊ ഭക്തിക്കുണ്ടായിരിക്കുന്ന ഒരു മനോവൈഷമ്യം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് നാരദൻ ഭക്തിയെ ഇത്ര സുദീർഘമായി. നമുക്കൊരു 3 പേരെക്കാൾ ഉത്കൃഷ്ടമായ സ്ഥാനം നിനക്കുണ്ട്. നിന്നെ ഭൂമിയിൽ വിട്ടത്, ഭൂമിയിൽ അതുവരെ ഉണ്ടായിരുന്ന 3 യുഗത്തിലെ ഒരു ധർമ്മവും ഇവിടെ നിലനിൽക്കില്ല എന്ന് കണ്ടതുകൊണ്ട് ക്ഷേത്രാദികളായിരിക്കുന്ന ആചാരങ്ങളിലും മഹോത്സവ വേദകളിലൊക്കെ നിന്നെ മുമ്പിൽ നിർത്തിക്കൊണ്ട് വേണം ജനങ്ങൾക്ക് ഭക്തി ആചരിക്കാൻ എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് നിന്നെ പറഞ്ഞയച്ചത് എന്ന് ഭക്തിയുടെ മഹത്വത്തെ ഒന്നുകൂടി ഉറപ്പിച്ചു നാരദൻ. അന്യധർമാം സ്ഥിരസ്കൃത്യാം പുരസ്കൃത്യ മഹോത്സവാൻ തഥാ നാഹം ഹരേർദാസോ ലോകേ ത്വാം ന പ്രവർത്തയേ. അന്യധർമാം സ്ഥിരസ്കൃത്യാം പുരസ്കൃത്യ മഹോത്സവാൻ തഥാ നാഹം ഹരേർദാസോ ലോകേ ത്വാം ന പ്രവർത്തയേ. അന്യധർമാം സ്ഥിരസ്കൃത്യാം പുരസ്കൃത്യ മഹോത്സവാൻ തഥാ നാഹം ഹരേർദാസോ ലോകേ ത്വാം ന പ്രവർത്തയേ. ഈ 14 ശ്ലോകം കൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് സമാപിപ്പിക്കാം. 15 വളരെ അടുത്ത ദിവസം നമുക്ക് എടുക്കാം. എനിക്ക് ശബ്ദമൊക്കെ ഇത്തിരി വിഷമം ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഭഗവാന്റെ പ്രസാദം കൊണ്ട് ഒരു വിഘാതവും ഉണ്ടാവാതെ ഇത്രയും സമയം നമുക്ക് ക്ലാസ് എടുക്കാൻ സാധിച്ചു. ഇനിയും തുടരുന്നത് ഭഗവാനെ പരീക്ഷിക്കലാവും. നമുക്ക് ഇവിടെ നിർത്താം. സമയവും ഏതാണ്ട് അതിക്രമിച്ചു. അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ 5 മിനിറ്റ് ആവാം. അതിനുശേഷം നമുക്ക് ക്ലാസ് ഒക്കെ ഉപസംഹരിക്കാം. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ 5 മിനിറ്റ് ചോദിക്കട്ടെ, ഇല്ല നമുക്ക് നിർത്താം. ഉഷാജി മ്യൂട്ടാണ്. ചോദിക്കാനൊന്നും തോന്നുന്നില്ല. ക്ലാസ് കഴിഞ്ഞോന്ന് പെട്ടെന്ന് വിഷമാവിടും. അത് ശരി, 1 മണിക്കൂർ പോയത് അറിഞ്ഞില്ല. ഇല്ല, ഒട്ടും അറിഞ്ഞില്ല. എന്താ പറയണ്ടേന്ന് അറിയണില്ല സാർ. എന്തായാലും ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട്. അപ്പൊ സാറിന് ഇന്ന് ഞങ്ങള് നാരായണീയത്തിലെ രാസക്രീഡ എന്നുള്ള അധ്യായമായിരുന്നു ഇന്ന് ചൊല്ലി അവസാനിപ്പിച്ചത്. അപ്പൊ അതിലത്തെ ഗോപികമാരുടെ ഭക്തി, പ്രേമഭക്തി, അതുപോലെ ഞങ്ങളൊക്കെ സാറിനോട് ഇപ്പൊ പ്രേമഭക്തിയാണ്. അത് ശരി. അപ്പൊ സാറിന് എല്ലാ ആരോഗ്യ സൗഖ്യം ഉണ്ടാവട്ടെ. ഞങ്ങളുടെ ഈ ക്ലാസ് നടത്തിയത് ഞങ്ങളുടെ കുറച്ചൊരു എന്താ പറയാ, ഞങ്ങളുടെയും കൂടി ഒരു ആവശ്യമാണ്. അല്ലല്ല, ഇങ്ങനെയുള്ളവർക്ക് കഴിവതും കൊടുക്കുക എന്നുള്ളത് എന്റെ ഒരു ധർമ്മമാണ്. അത്രേ ഉള്ളൂ. അതിന് സന്തോഷമുള്ളൂ. വളരെ സന്തോഷം. നമുക്ക് അടുത്ത ബുധനാഴ്ചയാവാം. ഓക്കെ സാർ. ഓക്കെ, ഹരി ഓം. കൂട്ടി എടുക്കാം. തൽക്കാലം അങ്ങനെ പോകട്ടെ. ഓക്കെ, ഹരി ഓം. പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.
ശരി.